യാത്രയുടെ ആരംഭമാണ്. രണ്ടാമത്തെ പ്രത്യേകത സത്യം, അഹിംസ, സന്മാർഗം ഇവയിലൂടെ വിജയത്തിലെത്താം എന്ന് നമ്മെ പഠിപ്പിച്ച മഹാനായ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമായ ഗാന്ധിജയന്തി. ഈ രണ്ട് വിശിഷ്ട അവസരങ്ങൾ ഒത്തുകൂടുന്ന ഈ വേളയിൽ നമുക്ക് ഇന്നത്തെ മെറിറ്റ് ഈവനിംഗ് പരിപാടികൾ ആരംഭിക്കാം. യോഗം തുടങ്ങുവാനായി ആദരണീയനായ വിശിഷ്ടാതിഥി ശ്രീ ജയകുമാർ IAS സാർ, വിനായക് നഗർ അസോസിയേഷൻ സെക്രട്ടറി ശ്രീ മഹാദേവൻ സാർ, ശ്രീ ഡോക്ടർ വി സഹസ്രനാമൻ സാർ, ശ്രീ രമേശ് സാർ, ശ്രീ പത്മനാഭൻ സാർ എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന ശ്രീമതി ജയലക്ഷ്മി. Welcome address and introduction of chief guest by Sri K. Ramesh, Trustee, Sri Mugla Vinayaka Trust. Respected Chief Guest of Honor, K. Jaykumar Sir, Dr. Sahasranamam, Secretary of Vinaya Association Mahadevan, Treasurer Mr. Padmanabhan, all officers of Vinaya Association, respected residents, children of the party. Good evening to all of you. It's a moment of pride for us to welcome a personality like Jaykumar Sir, whose life itself is an inspiration on record of his impeccable contribution to the field of administration, commendable contribution in the field of literature, art, culture, etc. In the field of music especially is laudable. ഈ സദ്ഗുണങ്ങളാലും ഉയർന്ന ചിന്തകളാലും ഉയരങ്ങളിലെത്തുന്ന താങ്കൾ ഞങ്ങളുടെ ഈ കൊച്ചു കോളനിയിൽ വരുവാൻ സമ്മതിച്ച താങ്കളുടെ വിശാലമായ മനസ്സിന് മുമ്പിൽ ഞങ്ങൾ ഏവരും വിനയപൂർവ്വം കൈകൂപ്പുന്നു. വെൽക്കം ടു welcome Dr. Sahasranamam. Welcome Mahadevan, Secretary Vinaya Association. Welcome Treasurer Chartered Accountant Mr. Padmanabhan. ജയകുമാർ സാറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഒരു ചെറിയ സംസ്കൃത ശ്ലോകമാണ്. സാഗര ഉപമലിക്കുകയും സാഗരമേ എന്ന് പറയും. നമുക്കൊരു സാഗരത്തിനെ കുറിച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ വേറൊരു സാഗരത്തിനെ കുറിച്ച് മാത്രമേ പറയൂ. ഒരു ഓഷനെ കുറിച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ വേറൊരു ഓഷൻ തന്നെ വേണം. You cannot compare with any other.
എനി അതർ. അതുപോലെയാണ് ജയകുമാർ സാർ. സാറിനെ കുറിച്ച് കമ്പയർ ചെയ്യാൻ വേറെ ഒന്നുമായിട്ട് പറ്റത്തില്ല. സാറ് തന്നെ യുണീക്കാണ്. സാറിന് നേരത്തെ 1978 ബാച്ചിലെ AS ഓഫീസറാണ്. He was the former Chief Secretary of Kerala. അതിന് മുമ്പ് he was additional Chief Secretary Finance ആയിരുന്നു and Director Public Relations, Managing Director ആയിട്ട് ധാരാളം കോർപ്പറേഷൻ വർക്ക് ചെയ്തു. നാഷണൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇന്ത്യൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലൊക്കെ. Then he retired from the service after 32 years service. സാർ അതിനുശേഷം തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ സാർ ഡയറക്ടർ IHG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഗവൺമെന്റിലെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. Apart from his administrative brilliance, his brilliance converged to so many other areas. Sir has written so many Malayalam film songs, radio songs, television songs. Numbering more than 500 film songs, then more than 100 film songs. His lyrics have captured the mind of airlines and loved across all generations. ധാരാളം ഹിറ്റ്സ് ഇപ്പോൾ തന്നെ എല്ലാവരും മനസ്സിൽ തന്നെ ഒത്തുചേർക്കുന്ന ധാരാളം മലയാളം സോങ്സ്. ചന്ദനദേവി സുന്ദരത്ത്, വടക്കൻ വീരഗാഥയിലെ, ശ്രീരാഗമോ പവിത്ര സിനിമയില്, നിറന്ന സിനിമയിലെ, വലിയ അറിയാതെ, എന്നിങ്ങനെ ഒത്തിരി contributions ഉണ്ട്. He has also authored more than 25 books in Malayalam and 4 books in English. പിന്നെ സാറിൻ്റെ ട്രാൻസ്ലേഷൻ ബസ് that includes career from ടാഗോറിൻ്റെ, ഉമർ ഖയാമിൻ്റെ കഥയുടെയൊക്കെ ട്രാൻസ്ലേറ്റഡ് ബസ് ചെയ്തിട്ടുണ്ട്. OMV സാറിൻ്റെ മലയാളം പോയംസ് സാർ ഇംഗ്ലീഷ് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ധാരാളം ആർട്ട് എക്സിബിഷൻസ് ധാരാളം സ്ഥലങ്ങളിൽ സാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. And also to his credit, he has directed children's film വർണ്ണ ചെറുകൾ എന്നത് സാർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഉപരി the amazing and fortunate fact is that he is still continuing his inspiring works for inspiring all through his writings and lectures. ധാരാളം സ്പിരിച്വൽ lectures ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഫോളോവറാണ്. ധാരാളം യൂട്യൂബിൽ ചെയ്യുന്നവർക്ക് അറിയാം. And as you all know, today is October 2nd, Gandhi Jayanti Day. ഗാന്ധിജിയുടെ മെസ്സേജ് തന്നെ എന്തായിരുന്നു? മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. ആ ഗാന്ധിജിയുടെ ആ തോട്ട് ഇവിടെ പെർട്ടിനൻ്റ് ആയിട്ട് ആപ്ലിക്കബിൾ സാറിനാണ്. കാരണം ഈ തോട്ട് പെർഫെക്റ്റ്ലി മാച്ചസ് ജയകുമാർ സാർ ആസ് ഹിസ് ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് എ മെസ്സേജ്. ഇതിൽ ഏറ്റവും നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാറിന്റെ കോയിനിങ് ഓഫ് ക്യാപ്ഷൻ കേരള ദ ഗോഡ്സ് ഓഫ് കൺട്രി സാർ ചെയ്തതാണ്. ശരിക്കും യൂണിക്കാണ്. എവിടെ ചെന്നാലും അതിന് ബെനിഫിഷ്യറിയാണ് നമ്മൾ. എവിടെ ചെന്നാലും ചോദിക്കുമ്പോൾ എവിടെ കേരള ഗോഡ്സ് ഓഫ് കൺട്രി. സോ അതിന്റെ റീച്ച് ഈസ് റിയലി ഫാബുലസ്. അത് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്ക് ഇറ്റ് ഈസ് എ ബോർഡേഴ്സ് പ്രൈഡ് നെയ്വേഴ്സ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിമാർക്കബിൾ. എപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ധാരാളം റീച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. കേരളം എന്ന് പറയുമ്പോൾ തന്നെ അവർ പറഞ്ഞു ഗോഡ്സ് ഓഫ് കൺട്രി എന്നാണ് ചോദിക്കുന്നത്. അത് പോയിന്റ് ചെയ്ത സാറിന്റെ ദാറ്റ്സ് എ സൂപ്പർ എക്സാമ്പിൾ ഓഫ് സാറിന്റെ ബ്ലെൻഡിങ് ഓഫ് ഇന്റലിജൻസ് വിത്ത് ഹിസ് ക്രിയേറ്റിവിറ്റി വേണമെന്ന് പറയാൻ. ശരിക്കും ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കോട്ടാണ്. ക്രിയേറ്റിവിറ്റി ഈസ് ദ ഇന്റലിജൻസ് ഹാവിംഗ് ഫൺ. വിനോദം ആസ്വദിക്കുന്ന ബുദ്ധിശക്തിയാണ് ക്രിയേറ്റിവിറ്റി. ആ വർഷങ്ങൾക്ക് മുമ്പ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഈ വാചകം, ക്രിയേറ്റിവിറ്റിയുടെ നിർവചനം, ഇന്ന് സാറ് പ്രാവർത്തികമാണ്, പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത്. അത് വി ആർ ഓൾ ദ റെസിപ്പിയൻസ് ഓഫ് ദ സാർ ചെയ്യുന്ന വർക്കിന്റെ ബെനിഫിഷ്യറീസ് ആണ് നമ്മൾ. അർഹതയ്ക്ക് അംഗീകാരം എന്ന് പറഞ്ഞ പോലെ സാറിന് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. മലയാളം പോയട്രി കളക്ഷൻ പിങ്കട കേസിനി എന്ന വർക്കിനാണ്. 2021 കേരള സാഹിത്യ അക്കാദമി ഫോർ ഹിസ് ഓവറോൾ കോൺട്രിബ്യൂഷൻ ടു ദ ലിറ്ററേച്ചർ കിട്ടി. പക്ഷെ ഇതിനേക്കാളെല്ലാം ഉപരി ഏതൊരു കലാസാഹിത്യ പ്രേമിയുടെ മനസ്സിൽ എന്നും സാറിന് ഒരു ഉറച്ച സ്ഥാനമാണ്. ദാറ്റ് ഈസ് എവരിബഡി ലവ്സ് ഹിം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ അഭിശ്രുതിയിൽ പറയുന്നതല്ല, നമ്മൾ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ തന്നെ ജസ്റ്റ് ജയകുമാർ സാർ എന്ന് പറയുമ്പോൾ എവരിബഡി ജയകുമാർ സാറാണോ ഞങ്ങളുടെ ക്ലാസ്സൊക്കെ കേൾക്കാറുണ്ട്. എത്രമാത്രം സാറ് ആൾക്കാരുടെ മനസ്സിൽ കടന്നുകൂടി എന്നുള്ളത് ഇറ്റ് വാസ് റിയലി ഇൻസ്പിറേഷൻ ഫോർ us.
സാറിനെ പോലെയുള്ള ഒരു പ്രതിഭാശാലി ഈ മെറിറ്റ് ഈവനിംഗ് ചീഫ് ഗസ്റ്റായി വരുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം ചെറുതായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ സാർ. സാർ, ഞങ്ങളുടെ കോളനി പ്രിഡോമിനൻ്റ്ലി ഒരു ബ്രാഹ്മിൻസ് കോളനിയാണ്. ഞങ്ങൾ ഇമ്പോർട്ടൻസ് ഫോർ എഡ്യൂക്കേഷൻ വളരെ ഈശ്വര ഭക്തിയായിട്ടുള്ള ഒരു കോളനിയാണ്. ഗോഡ് സെൻട്രിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഇവിടെ ഞങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. എല്ലാവരും എന്നും അമ്പലത്തിൽ വിസിറ്റ് ചെയ്യുന്നവരാണ്. സാറിൻ്റെ വഴികൾ തന്നെ കടമെടുത്താൽ ഇവിടെ ചന്ദന ലേവ സുഗന്ധം വീശി വരുന്ന ഞങ്ങൾ തന്നെയാണ് ഇവിടുത്തെ കാര്യം ഫാമിലി. Being Brahmins, we are aware of the policies around us, just like reservation and other thing, and we are aware where the shoe pinches. അത് കാരണം ഞങ്ങളുടെ ഇവിടുത്തെ സ്ട്രക്ചർ തന്നെ എല്ലാവരും ഹാവിങ് എ ഗുഡ് സ്കൂളിംഗ്, അത് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ്, അത് കഴിഞ്ഞാൽ ഉപരിപഠനത്തിനായി പോവുക. 90% ഓഫ് ദ കോളനി ഇവിടുത്തെ കുട്ടികളൊക്കെ പുറത്ത് സെറ്റിൽഡാണ്. ടു ബി പ്രിസൈസ് 72 കുട്ടികൾ പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ജോലിയായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഈ വിദ്യാഭ്യാസം അത് കാരണം കിട്ടുന്ന അഫ്കോഴ്സ് ഞങ്ങളുടെ ഇത് ബ്ലെസ്സിംഗ് ഓഫ് ദ സൊസൈറ്റിയിലേക്ക് ലോർഡ് വിനായക ആ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഞങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ഇവിടുത്തെ കുട്ടികൾ കിട്ടിയത്. അത് ദാറ്റ്സ് എ പ്രൂവൺ റെക്കോർഡ് ഫോർ us. അത് കാരണം സാറിനെ പോലത്തെ വലിയ മനുഷ്യൻ ഞങ്ങൾക്ക് ഇവിടെ ഒരു അഡ്വൈസ് തരുമ്പോൾ അത് വളരെ വിലയേറിയതാണ്. To conclude on this auspicious day of Vijayadashami and Gandhi Jayanti, it adds more glory to this merit evening as we are gifted with the invaluable presence of Deva Master, whom we consider as God sent man in his God's own country. On behalf of all the residents of our colony, I extend a heartfelt welcome to Deva Master. Thank you. Thank you, Ramesh sir. Next, Secretary's address by Sri H. Mahadevan. ആദരണീയനായ മുഖ്യമന്ത്രി ജയകുമാറിന്റെ ശ്രീ മക്കള വിനായകൻ ട്രസ്റ്റി ശ്രീ കെ രമേശ്, വിനായകൻ അസോസിയേറ്റ് പ്രൊഫസർ ശ്രീ എസ് പത്മനാഭൻ, നമ്മളുടെ സ്റ്റാർ വാട്സായി അസോസിയേഷൻ പടുത്തുയർത്തിയ ശങ്കരനാരായണൻ, നാരായണസ്വാമി തുടങ്ങി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ മെമ്പേഴ്സ്, അതിലുപരി ഇന്ന് അവാർഡ് കുട്ടികളെ, മാതാപിതാക്കളെ, വിജയദശമി ദിനവും ഗാന്ധി ജയന്തിയും ചേർന്ന ഈ ശുഭദിനത്തിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നമസ്കാരം. വിനായക ഇൻസ്പെക്ഷൻ വർഷം തോറും നടത്തി വരാറുള്ള വേദികളിൽ നമ്മുടെ കുട്ടികളുടെയും യുവജനങ്ങളുടെയും കഴിവുകളെ ആദരിക്കുകയും അവരുടെ ഭാവി നേട്ടങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്ന ഒരു വേദിയാണ്. കഴിഞ്ഞ 50 വർഷമായി നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ആദരിക്കുകയും ചെറിയ കാശ് സഹായിക്കുകയും ചെയ്തു വരുന്നു. ഈ സദസ്സിലെ ഡോക്ടർ സഹസ്രനാഥ് ഉൾപ്പെടെ എല്ലാവരും ഓരോ നേട്ടങ്ങൾക്ക് അതത് കാലത്ത് വിനായക അസോസിയേറ്റ് അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്. നമ്മുടെ കുട്ടികൾ രമേശ് പറഞ്ഞതിന് റിപ്പീറ്റ് ചെയ്യുകയാണ്. വിദ്യാഭ്യാസത്തിൽ ഉന്നത സ്ഥാനം നേടി ഈ ലോകത്തിലെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തും ഉന്നത പദവികളിൽ വർക്ക് ചെയ്തു വരുന്നു. ഈ മെറ്റീരിയൽ നടത്താനുള്ള പ്രചോദനവും അതിലേക്കായി എല്ലോ എല്ലാവർക്കും എൻ്റെ പേരിലും അസോസിയേഷൻ്റെ പേരിലുള്ള കടപ്പാട് അറിയിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പമുള്ള മുഖ്യാതിഥി ശ്രീ ജയകുമാർ IAS അവർ മലയാളത്തിൻ്റെ മഹിമയും കലയുടെ മാധുര്യവും ഭരണപരിമാണത്തിലുള്ള വൈവിധ്യവും ഗുരുപോലെ മികവ് കാട്ടിയ വ്യക്തിയാണ്. കുടജാത്രി കുടികൊണ്ട മഹേശ്വരി എന്ന ഗാനം രചിച്ച ശ്രീ ജയകുമാർ സാറിനെ വിജയദശമി ദിനമായ ഇന്ന് മുഖ്യ അതിഥിയായി കിട്ടിയത് നമ്മൾ ഏവരുടെയും ഭാഗ്യമായി കഴിയുന്നു. I am sure that you are eagerly waiting for the valuable speech from the chief guest. Before going into that, I have a small request. Can anybody tell me the importance of 2047? Any of the awardees? What is the importance? Please. Prime Minister's vision for
yes, our Honorable Prime Minister has set a vision and aim and a goal. He has set a goal that India should become a developed country. He cannot do it of his own. അതിലെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിച്ച് കംപ്ലീറ്റ് ചെയ്തതും സർവീസിലിരിക്കുന്നതുമായിട്ടുള്ള എല്ലാവർക്കും ഓരോ പങ്കുണ്ട്. I humbly request all of you to set a goal to yourself and achieve much higher heights to achieve this vision. When we were on younger days, even when Kottayam district achieved complete literacy, we were very happy in our younger days. Now then Kerala become completely literal like that. Each and every development of our nation made us very joyful. Like that, India becoming a developed country and other foreigners waiting for the visa to come into India is the dream of our Honorable Prime Minister. I request all the awardees to set their own dreams and achieve the same. I pray that let Mangala Vinayaka help all of you to go to sky gates. With this, I stop this message. Thank you. Thank you. Thank you, Mahadevan sir. മുഖ്യ പ്രഭാഷണത്തിനായി വിശിഷ്ടാതിഥി ശ്രീ കെ ജയകുമാർ IAS സാറിനെ ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിച്ച ശ്രീ രമേശ്, ഞാൻ ഇവിടെ വരാൻ കാരണമായ സരസ്വതവും എൻ്റെ മുമ്പിലുള്ള ഒരു 3 മാസത്തിന് മുമ്പാണ് തോന്നുന്നു ഈ പരിപാടി ഇങ്ങനെ ഡോക്ടർ വിളിച്ച് പറഞ്ഞു. 3 മാസത്തിന് മുമ്പ് സംബന്ധിച്ചു ഒരു ദിവസം ഒരുപാട് പരിപാടികളുണ്ട്. ഇത് നടന്നിട്ടില്ല, ഇന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് നോട്ടീസിൽ കണ്ടുപിടിക്കാനും വേണ്ടത്ര കുറച്ച് നിലപാടം ചെയ്യാനും വേണ്ടി സാധിച്ചു. ഇന്നിവിടെ വരണമെന്ന് മാത്രമല്ല, 5:30 പറയാം. പിന്നെ 10 മിനിറ്റ് ആൻഡിയറക്കത്തിൽ വെച്ചു. ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ പറഞ്ഞു. പിന്നെ സ്വാഗതത്തില് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടത്. ഞാനിങ്ങനെയാണ് ഇതൊക്കെ സർവേ ചെയ്ത് വെച്ചാൽ എന്നെക്കുറിച്ച് പറയുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഏതൊരു ജയകുമാറിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. ഏതൊരു ജയകുമാറിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതായി അങ്ങനെയാണ് ഞാൻ ഈ ഒരുപാട് കാര്യങ്ങളോട് പറഞ്ഞു. അത് വേറെ ആരെയും കുറിച്ചാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ധരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ സർവേ ചെയ്തത്. പക്ഷേ പറഞ്ഞതൊക്കെ എന്നെ കുറിച്ചാണെന്ന് ഞാൻ എൻ്റെ മസ്തിഷ്കം കൊണ്ട് മനസ്സിലാക്കുന്നത്.
മസ്തിഷ്കം കൊണ്ട് മനസ്സിലാക്കിയതിന് മനസ്സുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. ഇവിടെ ഇന്ന് ഏതാണ്ട് 22 എൻഡോമെന്റ്സ് കൂടുതലാണ്. പക്ഷെ എൻ്റെ മുമ്പിൽ ഇത് വാങ്ങാനുള്ള ഒരു കുട്ടിയെ ഞാൻ കാണുന്നില്ല. 2 പേര്. ബാക്കിയുള്ള ഏറ്റവും ചെറിയ കുട്ടി എനിക്ക് 70-75 വയസ്സായ കുട്ടികളാണ് ഇവിടെ മുമ്പിലിരിക്കുന്നതാണ്. ഞാനൊരു കുട്ടിയാണ്. ഞാൻ അത് ഒരു കളിയായിട്ടാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ പിന്തുടരുന്ന ഒരു നമ്മുടെ തന്നെ ഉത്കർഷത്തിൻ്റെ നമ്മുടെ ജീവിതം നന്നാകാനായി നമ്മൾ പിന്തുടരുന്ന ഒരു മോഡലിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ വളർന്ന് പഠിച്ച് നന്നായി വളരെ മിടുക്കന്മാരായാൽ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ വരാനെനിക്ക് വൈകിയപ്പോൾ ശാസ്ത്രമായിട്ട് ഞാൻ വെറുതെ എന്ന് പറഞ്ഞതുപോലെ ഞാൻ ചോദിച്ചു പോലേ ഉള്ളൂ. ഈ കുട്ടികളൊക്കെ എവിടെ? 2 പേരുണ്ട്, 3 പേരൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പരമാവധി പ്രയോജനം ഉണ്ടാകട്ടെ. അവരെ ഏറ്റവും മിടുക്കന്മാരും മിടുക്കുകളുമായിട്ട് വരട്ടെ. അതിനുവേണ്ടി വിദ്യാഭ്യാസത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം ഒരുപക്ഷെ ഇന്ത്യയിൽ വരെ ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് അതായത് ഇത്രത്തോളം പ്രാധാന്യം വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന മറ്റൊരു സംസ്ഥാനത്ത് കേരളത്തിൽ. ഇന്ന് വിജയദശമി ദിവസം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ പിന്നെ തന്നെ ഒരു വിദ്യാരംഭത്തിൻ്റെ ദിവസമായി കൊണ്ടാടുന്നതായി കേട്ടായിരുന്നു. ആയുധപൂജയൊക്കെ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ അക്ഷരത്തിൻ്റെ വഴിയിലൂടെ നീ ജീവിതം നേടിയെടുക്കുക എന്നൊരു വിചാരം കേരളത്തിൻ്റെ ആത്മാവിൽ പറയുന്നു. നമ്മുടെ സാക്ഷര കേരളമായി അത്ഭുതമില്ല. കാരണം അക്ഷരം കൊണ്ട് അറിവ് കൊണ്ട് ജീവിതത്തെ പിടിച്ചടക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വിജയമുണ്ടാക്കാമെന്ന് വളരെ നേരത്തെ മനസ്സിലാക്കിയ ഒരു ജനവിഭാഗമാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് ഇവിടെ ഇത്രമാത്രം പത്രമാസികകളും ഇത്രമാത്രം പുസ്തകങ്ങൾ നമ്മുടെ കുട്ടികൾ വളരെ മിടുക്കന്മാരായി പോകുന്നതിലൊക്കെ കാരണം ഈ അറിവിനോടുള്ള നമ്മുടെ ഒരു ഇന്ന് 21-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ ഏജാണ്. ഞങ്ങളുടെ അറിവാണ്, നോളജാണ്. അറിവാണ് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. ഡേറ്റയാണ് ആദ്യം. ഡേറ്റയിൽ ഇൻഫർമേഷൻ നോളജ് വിശദമായിട്ടൊക്കെ വരണം. പക്ഷേ ഏറ്റവും കൂടുതൽ അറിവിന് വേണ്ടി അറിവ് ഏറ്റവും വലിയ ക്യാപിറ്റലായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ചാലഞ്ചസ് വളരെ വലുതാണ്. ടെക്നോളജി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അറിവില്ലാത്ത മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുന്നു. ഇനി അടുത്ത നൂറ്റാണ്ടിൽ നിരക്ഷരരായിട്ടുള്ളവർ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ നോക്കി വളരെ നന്നായിരിക്കും. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. നമ്മൾ വളരെ സുരക്ഷിതമെന്ന് വിചാരിച്ചിരുന്ന പല ജോലികളും അത്ര സുരക്ഷിതമാണോ എന്ന് പുതിയ ടെക്നോളജി എന്തിനെ ഡോക്ടർമാരുടെ ജോലി പോലും സുരക്ഷിതമാണോ എന്നാണ്. കാരണം ഈ പേഷ്യന്റ് ഡോക്ടറെ കാണാൻ ചെല്ലുന്നതിന് മുമ്പ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഒരു കൺസൾട്ടേഷൻ നടത്തി 1-2 കൺസൾട്ടേഷൻ നടത്തി ഇത് ഇന്നയുടെ സാധ്യതകളൊക്കെ ഉണ്ടെന്നാണ് ഡോക്ടർ പറയുന്നതെന്നല്ലാതെ ശരിയെന്നുള്ള മുൻവിധിയോട് കൂടിയിട്ടാണ് ഈ പല പേഷ്യൻസിന് ഡോക്ടർമാരെ കാണാൻ പോകുന്നത്. ഡോക്ടറെ കാണാതെ സ്വന്തം ചികിത്സിച്ച് മരിക്കുന്നവരുടെ എണ്ണം ഇനി കൂടും. കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് മനസ്സിലാക്കി. നാച്ചുറൽ അവർ കള്ളം പറഞ്ഞിട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് നോർമൽ ഇന്റലിജൻസ് അല്ലല്ലോ. ഇപ്പോൾ അതുകൊണ്ട് IT മേഖലയിലെ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ മൈൻഡ് ഉണ്ടാക്കാനാണ്. കാരണം അതിന് വികാരങ്ങളില്ല. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് ഓൺലി ഇന്റലിജന്റ്, ഇറ്റ് ഡസന്റ് ഹാവ് ഇമോഷൻസ്. ഇപ്പോൾ ഉണ്ട് ഇമോഷൻസ് ഉണ്ട്. ഇപ്പോൾ ജപ്പാനിൽ അയച്ചതാണ്. ജപ്പാനിലെ വയസ്സന്മാർക്ക് സമയം പോകാനായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെപ്പെട്ടാൽ വലിയ കാശൊക്കെ കൊടുക്കേണ്ട വലിയ വിഷയങ്ങളാണ് പല സ്ത്രീകളും. അതുകൊണ്ട് ചില സൈറ്റുകളുണ്ട് അവിടെ ഏരിയയിൽ അവിടെ നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള നോട്ടുണ്ട്.
ആ യന്ത്രം നമ്മളോട് എങ്ങനെയാണ് ഒരു മധ്യവയസ്കനോടോ വൃദ്ധനോടോ ശൃംഗരിക്കേണ്ടത് അതുപോലെ ശൃംഗരിച്ചു കൊടുക്കും. പൈസ ചിലവില്ല, ഫീസ് അടച്ചാൽ മതി, സബ്സ്ക്രിപ്ഷൻ അടച്ചാൽ മതി. പൈസ കിടക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ വേണമെങ്കിൽ ഒരു ശല്യമില്ല, കേസില്ല, വഴക്കില്ല, പിന്നെ പൈസ ചോദിക്കുക. അതുകൊണ്ട് വികാരങ്ങളില്ലെന്ന് പറഞ്ഞുകൂടെ കേട്ടോ. ഇനി അതിനേക്കാൾ ശരിയല്ലാണ് ആർട്ടിഫിഷ്യൽ മൈൻഡ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവ് എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ഇന്റലിജൻസിനെ ബീറ്റ് ചെയ്യാൻ ലോകത്ത് ഇതുവരെ ഒന്നിനും സാധിച്ചിട്ടില്ല എന്നുള്ളത്. ഇറ്റ് മൈറ്റ് അപ്രോക്സിമേറ്റ്, നമ്മുടെ മനസ്സിനെ നമ്മുടെ ഇന്റലിജൻസിനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇറ്റ് കനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഹ്യൂമൻ ഇന്റലിജൻസ് എന്നാണ് ഇതുവരെയുള്ള ശാസ്ത്ര ഗവേഷണം. പുതിയ ശാസ്ത്ര ഗവേഷണങ്ങൾ ഒരുപാട് ജോലികൾ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്നു. സുരക്ഷിതം നമ്മൾ വിചാരിച്ചപ്പോൾ ഒരുപാട് മേഖലകൾ തൊഴിൽ സാധ്യതകൾ സുരക്ഷിതമല്ല. ആരോ പറഞ്ഞതുപോലെ 21-ാം നൂറ്റാണ്ടിൽ നിരക്ഷരം എന്ന് പറയുന്നത് പഠിക്കാത്തവരല്ല, പക്ഷേ പഠിച്ചത് മറക്കുകയും പുതിയത് പഠിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഇതിനുള്ള നിരക്ഷരം. അപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിച്ചു എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഇനിയും പഠിച്ചുകൊണ്ടേ ഇരിക്കണം, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറയാൻ വരുന്നതൊന്നുമല്ല, ഈ ഒരു പരക്കം പാച്ചിലില്ല. ഈ കുട്ടികൾ അമേരിക്കയിലോ ഇവിടെ ജീവിക്കുന്നത് തെറ്റാണെന്നല്ല, ഈവൻ മേക്കിംഗ് ട്രംപ് അമേരിക്കയിലെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു പ്രസിഡന്റിന് പോലും ഇന്ത്യക്കാരുടെ സാന്നിധ്യത്തെ പറ്റി അയാൾ ഉറപ്പിക്കെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ചെറിയൊരു പ്രസിഡന്റ് തോന്നിയിട്ടാണ്. ഞങ്ങളെ പഠിക്കാൻ ശരിയായിരുന്നു, നന്നായി, എത്രയെങ്കിലും ആവട്ടെ, അത്രയും നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടായല്ലോ. അമേരിക്ക ഇറക്കി വിട്ടാലും നമ്മളെ ആളുകൾ ജീവിക്കില്ല, ലോകം എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ പ്രശ്നമില്ല. അമേരിക്കയ്ക്കാണ് നമ്മുടെ കുട്ടികൾ നഷ്ടമാണ്. കഴിഞ്ഞ വർഷം ഞാനവിടെ സാൻ ഫ്രാൻസിസ്കോയിൽ പോയപ്പോൾ അത് അവിടുത്തെ ഈ IT ഇൻഡസ്ട്രി നടത്തിക്കൊണ്ട് വരുന്ന ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ ആന്ധ്രാക്കാർ, പിന്നീട് ആന്ധ്രാക്കാരാണ് രാജാക്കന്മാർ യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ അത് കല്യാണമൊക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എനിക്ക് വിസ കിട്ടാൻ വേണ്ടി കല്യാണം കഴിക്കുന്ന പല പല കാര്യങ്ങളുണ്ട്. ആന്ധ്ര പ്രധാന നമ്മുടെ ആളുകൾ എവിടെ പോയാലും ജീവിക്കും. അമേരിക്കക്കാർക്ക് നമ്മളെ അവർക്കാണ് ആവശ്യം, നമുക്ക് അവരെ അല്ല ആവശ്യം. അതുകൊണ്ട് അമേരിക്കയുടെ നിങ്ങളുടെ കുട്ടികളുടെ ജോലി നഷ്ടപ്പെടുന്നതിനൊരു ആശങ്കയുണ്ട് എങ്കിൽ ഇവരുടെ ആശങ്കയും വേണ്ട. ഇവർ യൂറോപ്പിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ആ രാജ്യം അമേരിക്കയുടെ ഈ നയം ഒരു 3 വർഷം കുട്ടികൾ അവർക്ക് പോകുമ്പോഴത്തേക്ക് നേരെ 180 ഡിഗ്രി ഇതിനെ വരാതിരിക്കുകയില്ല. കാരണം അമേരിക്ക കെട്ടിപ്പിടിച്ചിരിക്കുന്നത് തന്നെ വിദേശീയരായിട്ടുള്ള ആളുകൾ അവിടെ പോയി പഠിതം കൊടുത്താണ് അമേരിക്കയിൽ മെക്സിക്കോക്കാരെ പ്രത്യേകിച്ചു, അതുപോലെ തന്നെ ഇന്ത്യക്കാർ ഒരുപാട് ആളുകളുടെ അധ്വാനം ഉണ്ടാകുന്നതാണ്. കാരണം അവിടെയുള്ള ഒരു ജോലിയല്ല, അവിടെയുള്ള ഒരു ജോലികളെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഉച്ചത്തിൽ കൊടുക്കണം, അതൊക്കെ ഹോളിഡേ പറ്റിയ വീക്കെൻഡ്. എന്നാൽ ഇന്ത്യക്കാരല്ല, ശനിയില്ല, ഞായറുമില്ല, രാത്രിയില്ല, പകലുമില്ല, അത്യധ്വാനം. ഇത് ലോകത്തെങ്ങും കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അങ്ങനെയാണ് വളർന്നത്. ഇതിനൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഒരു വൈകാരികമായിട്ടുള്ള മറുവശമുണ്ട്. അതാണ് നമ്മുടെ ഏകാന്തത. അച്ഛനമ്മമാരുടെ ഏകാന്തതയാണ് നമ്മുടെ മക്കളുടെ വിജയത്തിന് മുന്നോട്ട് കൊടുക്കേണ്ടത് ഏറ്റവും വലിയ. അതിനെന്താണ് ഉപായം എന്ന് ചോദിച്ചാൽ 2 ഉപായങ്ങളേ ഉള്ളൂ. ഒന്ന് പിന്നെ വിദേശത്ത് പോയിട്ട് തന്നെ നമുക്ക് പരദേശ നേടേണ്ട കാര്യമില്ല എന്ന ചിന്ത നമുക്കുണ്ടാകും. അതൊരു ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിലുണ്ടായത്. ഇവിടെ വികസന ഭാരതം പറഞ്ഞില്ല, പുറത്തിരുന്ന് ഇന്ത്യ വികസിപ്പിക്കാം. പക്ഷേ എനിക്ക് പ്രവാസത്തിൽ ഈ അമേരിക്കക്കാരുടെ നയത്തെ പറ്റി കുറച്ച് സന്തോഷമുണ്ട്. കുറച്ച് പേരെ തിരിച്ചു വരും, അവരുടെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യും. ഇന്ത്യയുടെ ഒരു പുനരുജ്ജീവനത്തിൽ അമേരിക്കയിലെ ഒരു തലമുറയുണ്ടായിരുന്നു. നമ്മളെ ഒരുപാട് സഹായിക്കുമെന്ന് വിചാരിക്കുന്നതാണ്. ഇന്ത്യയുടെ വളർച്ചയിൽ, ഇന്ത്യയുടെ പരിണാമത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ ഒരു വലിയ സംഭാവനകൾ ഉണ്ടാകും. പിന്നെ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്ന് നമ്മളെ വിട്ടുപോയി എന്നുള്ളത് കൊണ്ട് അവർ നമ്മളെ മറന്നൊന്നും അർത്ഥമില്ല. പക്ഷെ ഒരു കാര്യത്തിലാണ് എനിക്ക് പറയാമെന്ന് പറയുന്നത്, ഈ ജോലി മാത്രമാണ് നമ്മുടെ വിജയത്തിൻ്റെ മാനദണ്ഡം എന്ന് നമ്മളെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ധരിച്ചു വച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ഒരു ചെറിയ തിരുത്തൽ വേണമെന്ന് എന്നെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ മാതൃകാ പുരുഷനായിട്ട് നമ്മുടെ ജോലി
നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ആർക്കു വേണ്ടി ജോലി ചെയ്ത് അവരിൽ നിന്ന് ശമ്പളം കൊണ്ട് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാനും നല്ല ജീവിതം കഴിക്കാനും മാത്രമല്ല. നമ്മുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മളിൽ കലാകാരന്മാരുണ്ടാകും, നമ്മളിൽ ശാസ്ത്രജ്ഞരുണ്ടാകും, നമ്മളിൽ സാമൂഹ്യ ചിന്തകന്മാരുണ്ടാകും, നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷേ ഈ പഠിച്ച് മിടുക്കനാവുക എന്നുള്ള ഒരു പരക്കം പാച്ചിലില്ല. പലരും തുടക്കത്തിലെ തന്നെ അമ്മമാരാണ് കൂടുതൽ ഈ വേണ്ടാത്ത നോവലും കഥയൊന്നും വായിക്കരുത് പോലെ ഈ പഠിക്കുക മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന അച്ഛനും അമ്മമാരോട് എനിക്ക് ലേശം നീരസമുണ്ട്. കാരണം അവരെ ഈ ഒറ്റ കണ്ണുകൊണ്ട് മാത്രമാണ് ജീവിതത്തെ കാണുന്നത്. രണ്ട് കണ്ണുകൊണ്ട് കാണണമെങ്കിൽ ഈ ശാസ്ത്രത്തിനോടൊപ്പം മാനവികതയും സാഹിത്യവും നമ്മളോടൊപ്പം ഈ ചെയ്യുന്ന എല്ലാ ജോലിയും മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ ജോലിയും മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ആ മനുഷ്യനെ കാണാതെ മനുഷ്യരാശിക്ക് വേണ്ടി ഞാൻ പെരുമാറുന്നു അല്ലെങ്കിൽ ജീവിക്കുമെന്ന് പറയുന്നത് എന്തൊരാൾ പറഞ്ഞതുപോലെ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകരാണ്, ഒരു വലിയ ആത്മീയ ചിന്തകനാണ്. അയാൾ പറയുന്നത് എനിക്ക് മാനവരാശിയോട് വലിയ സ്നേഹമാണ്, അവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും. പക്ഷേ എൻ്റെ അയൽപക്കത്തിൽ ഒരു ദരിദ്രവാസിയുണ്ട്, അവരെനിക്ക് കണ്ണെടുക്കാറുണ്ട്. അങ്ങനെ നമുക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റും. അയൽവാസിയെ അവരോടാണല്ലോ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, അയൽക്കാരനെ സ്നേഹിക്കുക. അവിടെ തൊട്ട് തുടങ്ങാൻ നീ കൂടുതലൊന്നും പോണ്ട, ഈ ലോകത്തിനെ മുഴുവൻ സ്നേഹിക്കണ്ട, നിന്റെ അയൽക്കാരനൊന്ന് സ്നേഹിക്കൂ എന്ന് ക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്. ബിക്കോസ് വളരെ ഗംഭീരമായിട്ടുള്ളതാണ് നമ്മളെ മിക്കവാറും കഴിയും. അവരെ അതിജീവിക്കാൻ നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞതുപോലെ സാധാരണ മനുഷ്യനെ കാണാനുള്ള കണ്ണ്, കഴിവ്, ഹൃദയം ഇല്ലാതെ നമ്മളെ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ മക്കളെ വളർത്തുന്നത് അതിൻ്റെ ഒരു ചെറിയ പോരായ്മയുണ്ട്. കാരണം അവരുടെ കഴിവുകളാണ് പുറത്തു വരുന്നത്, അവരുടെ അലിവുകളാണ് പുറത്തു വരുന്നത്. അത് സാഹിത്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എഴുത്തുകാരനായിട്ട് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് കുട്ടി കവിതയാണെങ്കിൽ കവിത, ഗാനമാണെങ്കിൽ ഗാനം. അവിടെ കേരളത്തിനൊരു കുഴപ്പമുണ്ട് കേട്ടോ. യൂത്ത് ഫെസ്റ്റിവലിൽ വല്ല ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഡാൻസ് പഠിപ്പിക്കും. ഗ്രേസ് മാർക്ക് പിൻവലിച്ചെന്ന് പറഞ്ഞാൽ പൊക്കിയ കാലം അപ്പം നിർത്തി കളയും സ്റ്റേജിൽ വെച്ച്. മന്ത്രി പറഞ്ഞു ഇപ്പോൾ തൊട്ട് കുച്ചിപ്പുടിക്ക് ഗ്രേസ് മാർക്ക് പിൻവലിച്ചെന്ന് പറഞ്ഞാൽ ആ കുട്ടി ആ പുറത്ത് നിർത്തുക, അവിടെ വെച്ച് നിർത്തുക. കാരണം അത്രയ്ക്ക് പ്രതിബദ്ധതയുള്ളൂ. പ്രതിബദ്ധത കലയോടല്ല ഗ്രേസ് മാർക്ക്. ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് കാപട്യമുണ്ട്. നമ്മുടെ പ്രതിബദ്ധത കലയോടാണോ മനുഷ്യരോടാണോ അതോ നമ്മുടെ മാത്രം കുഞ്ഞുങ്ങളുടെ ഈ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള വളർച്ച മാത്രമാണോ എന്നുള്ളത് ഒരു സാമൂഹ്യ ബോധത്തിൻ്റെ അഭാവം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങളിൽ ചിലയിടത്തെങ്കിലും കണ്ട ഒരാളാണ്. 2047 ഒരാൾ വികസിത ഭാരതം പറഞ്ഞു. പക്ഷേ സ്വാതന്ത്ര്യത്തിന് 3 വർഷമാണ് എന്നതാണ് എനിക്ക് തോന്നുന്ന പുതിയ തലമുറയിൽപ്പെട്ട പല കുട്ടികൾക്കും ഈ 2047 1947 പ്രാധാന്യം ഒന്നും ചെയ്യുക. അതൊക്കെ ഇന്റർനെറ്റ് ചോദിച്ചാൽ അപ്പോൾ കിട്ടുമല്ലോ. നമ്മുടെ തലയിൽ കയറ്റിവെക്കുന്ന കാര്യം എന്താണ്? മനുഷ്യന്റെ കാര്യവും തലയിൽ കയറ്റി വയ്ക്കുന്നതിലൊരു കാര്യമില്ല. അങ്ങനെ വളരെ സ്വാർത്ഥരായിട്ട് ജീവിക്കുന്ന ഒരു തലമുറ നമ്മുടെ കാര്യത്തെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായിട്ട് തന്നെ അവരവരിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു തലമുറ നമ്മുടെ ചുറ്റുമുണ്ട്. അവിടെ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ബുദ്ധന്റെ ആദിശങ്കരന്റെ ബുദ്ധിയും ശ്രീബുദ്ധന്റെ ഹൃദയവുമുള്ള കുറച്ച് കുട്ടികളെ എന്ന് പറഞ്ഞില്ലേ, അവിടെയാണ് മസ്തിഷ്കവും ഹൃദയവും ഒരുപോലെ പ്രവർത്തിക്കുന്ന ആളുകൾ നമുക്ക് വേണം. അതിന് സാമൂഹികമായിട്ടുള്ള പരിവർത്തനം ഉണ്ടാവണം. കുഞ്ഞുങ്ങൾ പുസ്തകങ്ങളിലായി മാത്രം ജീവിച്ചിട്ട് കഴിവില്ല. സമൂഹത്തിലെ ഒരുപാട് ആശാസ്യമല്ലാത്ത കാര്യങ്ങൾ അവർ അറിയുകയും അതിനോട് പ്രതികരിക്കുകയും മൂല്യബോധം കൊണ്ട് ഇതിനോടൊക്കെ എതിർപ്പുണ്ടാവുകയും. ഇപ്പോൾ അഴിമതിയോട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ബന്ധം ചോദിച്ചാൽ ഞാൻ അഴിമതി നടത്തുന്നില്ല, അതല്ലല്ലോ. ഒരു അഴിമതിയെ നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ധാർമ്മിക ദോഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. We are too self-obsessed that we do not bother about what is happening elsewhere. അത് നമ്മുടെ പേരന്റിങ്ങിലും ഇതുപോലുള്ള സംഘടനകളിലും ഇത്തരത്തിൽ ചെറിയ മാറ്റം വരണമെന്ന് തോന്നുന്നു. കുട്ടികളെ കൂടുതൽ സാമൂഹിക ബോധമുള്ളവരായി അവരെ പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നവരായിട്ടും എല്ലാം വളർത്താൻ നമ്മളൊരു കൗണ്ടർ
ബാലൻസിങ് ആക്ടിവിറ്റികൾ ചെയ്യേണ്ടത്. നമ്മുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. നമ്മളതുകൊണ്ട് നമ്മൾ തന്നെ ഈ ഒരു കൗണ്ടർ ബാലൻസ് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു സന്തുലിതമായിട്ടുള്ള വളർച്ച ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് വളരെ ഉയർന്ന പദവിയിൽ എത്തുന്നവർ പോലും അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അപകടങ്ങളിൽ ചാടുന്ന വൈറ്റ് കോളർ ക്രൈം സിസ്റ്റം പോലെ ഉണ്ടാക്കുന്നുണ്ട്. പണ്ട് ഹൈദരാബാദിൽ ഒരു കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്, സത്യം കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അയാൾ കള്ളം ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് സത്യം കമ്പ്യൂട്ടർ പേര്. കാരണം അയാൾക്കറിയാൻ ചെയ്യാൻ പോകുന്നത് കള്ളമാണ്. അതുകൊണ്ട് സത്യം കമ്പ്യൂട്ടർ എന്ന് പേരിട്ട് അവസരങ്ങളിൽ എന്തുകൊണ്ടാണ് അയാൾക്ക് അറിവില്ലാതിട്ടാണ്, അയാൾക്ക് അറിവില്ലാതിട്ടാണോ പഠനമില്ലാതിട്ടാണോ എല്ലാം. പക്ഷേ എത്തിക്കൽ ഡെഫിസിറ്റ്, എത്തിക്സിന്റെ കാര്യത്തിൽ ഒരു ഡെഫിസിറ്റ്. അത് ഞാൻ ഡോക്ടർ പറയല്ല, എല്ലാ മേഖലകളിലും എഞ്ചിനീയറിംഗ് ആയാലും ശരി, IT മേഖലയ്ക്ക് അത് മെഡിസിൻ്റെ മേഖലയായാലും ശരി, അവർക്ക് അറിവില്ലാതിട്ടല്ല. പക്ഷേ അറിവിനോടൊപ്പം തെറ്റായ കാര്യങ്ങളും സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത കാര്യങ്ങളും ചെയ്യുന്നതിന് വലിയ മടികളില്ലാത്ത ഒരു ഇന്റലിജൻസ് അല്ലെങ്കിൽ ഒരു പഠിപ്പുള്ളവരുടെ ഒരു തലമുറ നമ്മുടെ ചുറ്റുമുണ്ട്. മെഡിക്കൽ പ്രൊഫഷണൽസ് അതാണ് എന്താണ് എത്തിക്സിന്റെ അറിവിന്റെ വളർച്ച. അറിവ് കൂടിപ്പോയതുണ്ട്, അറിവല്ല വളർച്ച, എത്തിക്കൽ ഡെഫിസിറ്റ്. ഞാൻ ഈയിടയ്ക്ക് ഗവൺമെന്റ് ഡോക്ടേഴ്സ് ഡേ IMA പ്രസംഗിക്കാൻ പോയി കൊച്ചിയിൽ. വലിയ ഡോക്ടേഴ്സാണ്, വലിയ വെരി എമിനൻറ്റ് ഡോക്ടേഴ്സാണ് കേരള. ഇത് ഞാൻ വേണ്ടാത്ത കാര്യമൊന്നും പറഞ്ഞില്ല, ആകെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഡോക്ടറുടെ വാക്ക് എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ഗോഡ്സ് വേർഡ്. ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടാണ് രോഗി ഡോക്ടറെ കാണാൻ ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാള് ഒരു ടെസ്റ്റ് വേണം, ഒരു ട്രീറ്റ്മെന്റ് വേണം, ഒരു മരുന്ന് വേണം എന്ന് പറഞ്ഞാൽ അത് എത്ര വില കൊടുത്തും രോഗി ചെയ്യില്ല, രോഗിയുടെ ആൾക്കാർ ചെയ്യും. കാരണം ഇത് ഇസ് എ വേർഡ് ഓഫ് ദ ലോർഡ്. നമ്മുടെ മുന്നിൽ കണ്ട ദൈവത്തിന്റെ വാക്കാണ്. അത് എങ്ങനെയും ചെയ്യും, അതാണ് നമ്മുടെ ശീലം. എന്നാൽ ആ വാക്കിൽ കളങ്കമുണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവിടെ ഡോക്ടർമാരെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പത്തിൽ വിള്ളൽ വീഴുന്നത്. ഡോക്ടറെ ഉപദേശിച്ചത് അത്ര അത്യാവശ്യമുള്ള ഒരു കാര്യമല്ല. മറ്റു ദേശങ്ങൾ കൊണ്ടാണ് എന്നെനിക്ക് തോന്നുന്നു എന്നൊരു രോഗിക്ക് തോന്നുന്നിടത്ത് ഡോക്ടറുടെ പരാജയമായിരുന്നു. കേസ് എന്താണ് ഒരു സ്പോട്ട്ലെസ് എഡ്യൂക്കേഷനുള്ള ഡോക്ടർ എല്ലാ ഡോക്ടർമാരും ഇതെന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് ഡോക്ടർ മരുന്ന് കുറിക്കുന്നു, അതൊക്കെ വേണം ഡോക്ടറെ. നമുക്ക് എയോട് ചോദിക്കുകയും ചെയ്യാൻ കേട്ടോ, ChatGPT കയറി ചോദിക്കാം. അപ്പോൾ ChatGPT പറയുന്നത് ഭയങ്കര സൈഡ് എഫക്റ്റാണ്, ചിലപ്പോൾ വേണ്ടാൻ പറയും. ChatGPT വേണമെങ്കിലും മരുന്ന് കമ്പനികൾ സ്വാധീനിക്കില്ല. ഇവിടുത്തെ ചോദ്യം പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പിള്ളേർക്ക് ഇപ്പോൾ ഈ പ്രോജക്റ്റ് ഫുഡ് എഴുതിക്കൊണ്ടിരാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് എഴുത്തുമാരെയും പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ChatGPT ചോദിച്ച് പറയും, എനിക്ക് 50 വേർഡ്സിൽ ഇങ്ങനെ എഴുതണം. കൊടുക്കുമ്പോൾ നിനക്ക് ഇത്ര നല്ല ഇംഗ്ലീഷ് എങ്ങനെ ടീച്ചർ ചോദിക്കും. അതുകൊണ്ട് ഇപ്പോൾ ChatGPT-യോട് കൂടുതലാവും പറയും, നിങ്ങൾക്ക് എത്രയോ മിസ്റ്റേക്സ്. ഞാൻ എൻ്റെ ഒരു സാമ്പിൾ ഞാൻ അപ്ലോഡ് ചെയ്തതല്ല, ഇതുപോലുള്ള മിസ്റ്റേക്സ് കൂടെ നടത്തി തരണമെന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് പിടിക്കാൻ പറയുന്നത് പോലെ മരുന്ന് കമ്പനിയിൽ നിന്ന് ജെമിനിയോടും ChatGPT-യോടും പറയുമ്പോൾ ഇങ്ങനെ ചോദ്യം വന്നാൽ ഇങ്ങനെയേ പറയാവുള്ളൂ. ഏതായാലും ഡോക്ടർമാരുടെ വാക്കിന് വിശുദ്ധി നഷ്ടപ്പെടരുത് എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം ഇത്രമാത്രം സമൂഹം വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗം, ഒരു പ്രൊഫഷണൽസിന് അവരുടെ വാക്കിന്റെ വിശ്വാസ്യതയ്ക്ക് കളങ്കം ഏറ്റുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ മക്കളെല്ലാം ഡോക്ടർമാരാവാൻ പഠിക്കുന്നു, എഞ്ചിനീയർമാരാവാൻ പഠിക്കുന്നു. അവരെ ജീവിക്കുന്ന സമൂഹത്തെ പറ്റി ഉള്ള അവബോധവും ജാഗ്രതയും അവർക്കുണ്ടാവണം എന്ന് ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട ഒരു ആവശ്യമാണ്. ഞാൻ പറഞ്ഞില്ല, ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറയുന്ന ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രീയ മേഖലയിൽ അത് ഇന്നത്തെക്കാളും മോശമായിരുന്ന ഒരു കാലഘട്ടത്തിൽ
വളരെ ഒരു പ്രൊമിറ്റീവായിരുന്ന ഒരു ഇന്ത്യയിൽ അഹിംസയിലൂടെ നമുക്ക് പിന്നെ സ്വാതന്ത്ര്യം നേടാമെന്ന്, രക്തരഹിതമായിട്ടുള്ള ഒരു വിപ്ലവത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേടാമെന്ന്, ദൈവം എന്ന് പറയുക എനിക്ക് സത്യമാണ് എൻ്റെ ദൈവം എന്ന്, ട്രൂത്ത് ഈസ് മൈ ഗോഡ് എന്ന് പറയുകയും നോൺ വയലൻസിൽ വിശ്വസിക്കുകയും സ്വന്തം പശ്ചാത്താപത്തിന് വേണ്ടി സത്യാഗ്രഹം അനുഷ്ഠിക്കുകയും എൻ്റെ ശത്രുവിൻ്റെ എന്നെ എതിർക്കുന്നവൻ്റെ മനസ്സിൽ മാനസാന്തരം ഉണ്ടാവാൻ വേണ്ടി ഞാൻ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നു എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു എത്തിക്കൽ ഡയമെൻഷൻ, അതായത് പൊതുപ്രവർത്തനത്തിന് നൈതികതയുടെ പരിവേഷം കൊടുത്ത, നൈതികതയുടെ ആത്മാവ് കൊടുത്ത ഗാന്ധിജി, അതുകൊണ്ടാണ് മഹാത്മാവ് എന്ന് പറയുന്നത്. ആ ഗാന്ധിജിയെ നമ്മൾ ഓർക്കുമ്പോൾ there is a Gandhian answer to every problem. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഗാന്ധിയൻ ഉത്തരവുണ്ട്. നമ്മുടെ മക്കൾ ഗാന്ധിയനാവണ്ട, കടന്നുകൊള്ളണ്ട, പക്ഷേ ഒരു ഗാന്ധിയൻ എത്തിക്സിലേക്ക് ഒന്ന് തിരിച്ചു പോയിട്ട് അവരുടെ ഓരോ പ്രവൃത്തിയെയും അങ്ങനെ കാലിബ്രേറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇതൊക്കെ നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഗാന്ധി ഒന്ന് വായിക്കും. ഗാന്ധി പറഞ്ഞിട്ട് ഏറ്റവും ഒരു ചെറിയ സെൻറ്റൻസിയാണ് അവസാനിച്ചു. അതെന്താണ്? നിങ്ങൾ വെൻ യു ആർ ഇൻ ഡൗട്ട്, നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കുന്നതിൽ സന്ദേഹമുണ്ട് എങ്കിൽ അദ്ദേഹം പറയുകയാണ്, തിങ്ക് അബൌട്ട് ദ പോറസ്റ്റ് ഓഫ് ദ പുവർ മാൻസ് ഫേസ്. നിങ്ങൾ കണ്ടിട്ടുള്ളത് ഏറ്റവും നിസ്വനായിട്ടുള്ള ഒരു മനുഷ്യന്റെ മുഖം നോക്കുക. നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനം പ്രത്യക്ഷമായോ പരോക്ഷമായോ ആ മനുഷ്യനെ സഹായിക്കുമെങ്കിൽ പോയപ്പെട്ടു. അതല്ല അയാളെ ഏതെങ്കിലും തരത്തിൽ ഹനിക്കുമെങ്കിൽ ദോഷമായിട്ട് വരുന്നില്ല. സിമ്പിൾ, സിംപ്ലിസ്റ്റിക് ആണെന്ന് പറയാം. എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. When you are in doubt, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാനത് ജീവിതത്തിൽ അനുവർത്തിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു പരിധി വരെയൊക്കെ നമ്മുടെ ഒരു തീരുമാനം കൊണ്ട് ഒരാൾക്ക് ദോഷമുണ്ടാകുമെങ്കിൽ അതാണ് ഞാനതൊരു പാഠഭേദം. അല്ലാതെ നമുക്ക് എപ്പോഴും ഗാന്ധി പറഞ്ഞുകൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ നമ്മുടെ തീരുമാനങ്ങൾക്ക് എല്ലാം തന്നെ ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ അവരെന്ത് ആഘാതമാണ് ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ മക്കൾക്ക് വേറെ ഈ മാനവികതയുടെ ഒരു കണ്ണുകൊണ്ട് തങ്ങളുടെ ജീവിതങ്ങളെയും അവരുടെ തീരുമാനങ്ങളെയും വിലയിരുത്താൻ ഉള്ള ഒരു ഇച്ഛാശക്തി, ഒരു എത്തിക്കൽ വിൽ പവർ ഉള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് മാത്രമേ ഈ സമൂഹത്തിന് സ്ഥായിയായിട്ടുള്ള പ്രയോജനം ഉണ്ടാവൂ. ഇല്ലെങ്കിൽ സ്വാർത്ഥമായിട്ടുള്ള പ്രയോജനം ഉണ്ടാവും. അതുകൊണ്ട് കുട്ടികളെ സംഗീതം പഠിപ്പിക്കുക, പിന്നെ സാഹിത്യം പഠിപ്പിക്കുക, നൃത്തം പഠിപ്പിക്കുക, എന്താണോ കുട്ടിയിൽ സന്നിഹിതമായിട്ടുള്ള കഴിവ് അത് പൂർത്തിയാക്കി എടുത്തെങ്കിൽ മാത്രമേ 50 വയസ്സ് 60 വയസ്സ് കഴിയുമ്പോൾ ഇതൊന്നും പഠിച്ചെടുക്കാൻ സമയമില്ലാത്തൊരു സമയം വരുമല്ലോ. 60 വയസ്സിൽ ഡാൻസ് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു സമയമുണ്ട്. അപ്പോൾ ഈ കുട്ടി പഠിക്കേണ്ട സമയത്ത് സാഹിത്യം പഠിക്കണം, നൃത്തം പഠിക്കണം, എല്ലാം പഠിക്കണം. So that at the age of 60 when you look back, you don't feel a vacuum. എനിക്ക് കവിത എഴുതാൻ കഴിവുണ്ടായിരുന്നു, പക്ഷേ പഠിച്ചതിൻ്റെ പുറകെ പോയിട്ട് നടന്നില്ല. Today I am a dry man. എനിക്ക് അത് ആസ്വദിക്കാനൊന്നും കഴിയുന്നില്ല. ഞാൻ എഴുത്തുകാരനാകുമായിരുന്നു, പക്ഷെ ആയില്ല. ഇത് പശ്ചാത്തലത്തോടു കൂടി സൺസെറ്റ് കേസിലേക്ക് പോകാൻ പാടില്ല. ഞാനത് പറയുന്നത് ചെറിയ ആത്മകഥയുണ്ട്. ഞാൻ IAS കിട്ടിയപ്പോൾ എനിക്ക് വേണമെങ്കിൽ IAS പ്രഭാവത്തിൽ അങ്ങനെയൊക്കെ, പക്ഷെ ഞാൻ ഒരു 3 വർഷം അറിയുന്നുണ്ട്. പോയാൽ ഇതിൻ്റെ എഴുത്തും തീരും, എല്ലാം തീരും. ഈ വെറും IAS ഉദ്യോഗസ്ഥനായി ഈ രാജ്യത്ത് അകപ്പെട്ടിരിക്കുന്നു. എന്നെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും 2, 3, 5 മണിക്കൂർ എവറി നൈറ്റ് ഐ സ്പെൻഡ് ഔട്ട് മൈ റീഡിംഗ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ രാത്രികൾ ഞാൻ നോക്കി. അതുകൊണ്ട് ഈ ജീവിത സാഹചര്യത്തിൽ ജോലിയൊക്കെ പോയല്ലോ, ജോലിയൊക്കെ 60 വയസ്സിൽ പോയി. ജോലി പോയെങ്കിലും ജീവിതത്തിനോടുള്ള എൻ്റെ ബന്ധം പോകാത്തതിൻ്റെ കാരണം മൈ പാഷനറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ലൈഫ് ഡസൻറ്റ് സീസ് ടു എക്സിസ്റ്റ്. ബിക്കോസ് എനിക്ക് വേറെ രീതിയിൽ ജീവിതത്തെ സമീപിക്കാൻ സാധിക്കും. ജോലി എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ മാത്രമല്ല നമുക്ക് സമീപിക്കാം. നമുക്ക് എല്ലാവർക്കും ആ കഴിവുണ്ട്. ഈ ജോലിക്ക് വേണ്ടി മാത്രമായി ജീവിച്ച് ഉള്ള സ്ട്രെസ് എല്ലാം എടുത്ത് ആ സ്ട്രെസ്സിനുള്ള മരുന്ന് കഴിച്ചു, ആ മരുന്ന് കഴിച്ച് ദോഷമായിട്ട് വീണ്ടും മരുന്ന് കഴിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. 40 വയസ്സ് വരെ മാത്രമേ നമ്മുടെ ശരീരം വലിയ മരുന്നിരിക്കുള്ളൂ. എന്ന് പറയുന്നത് പോലെ അങ്ങനെയൊന്നും വരാതിരിക്കണമെങ്കിൽ ജോലിയെ നോക്കി ഒരു 6 മണി 7 മണിയോടെയെങ്കിലും ജോലിയിൽ നിന്ന് വിടുതൽ ചെയ്ത് പാട്ടൊക്കെ കേട്ട് പിന്നെ കഥയൊക്കെ വായിച്ച് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് വാഴുക. സോ ദാറ്റ് യു ഹാവ് എ സ്ട്രെസ്സില്ലാതെ കിടന്നുടൻ ഉറങ്ങാൻ സാധിക്കും. അതുകൊണ്ട് 60-70 വയസ്സൊക്കെ ആകുമ്പോണ്ടല്ലോ
ജീവിതം കൊണ്ട് ഞാൻ കളഞ്ഞില്ല എന്ന് നമുക്ക് തോന്നും. അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ TS പറയുന്ന കവി പറഞ്ഞതുപോലെ വേർ ഇസ് ദ ലൈഫ് വി ഹാവ് ലോസ്റ്റ് ഇൻ ലിവിംഗ് എന്ന് നമുക്ക് ചോദിക്കുന്നത്. പലരുടെയും അവസ്ഥ അതാണ്. വേർ ഇസ് ദ ലൈഫ് വി ഹാവ് ലോസ്റ്റ് ഇൻ ലിവിംഗ്. നമുക്ക് ജീവിച്ചു തീർന്ന നമ്മുടെ ജീവിതം എവിടെ ജീവിതം ഉണ്ടാകണം. ജീവൻ മാത്രം ഉണ്ടായാൽ പോരാ എന്നുള്ളതാണ് വാസ്തവം. ആ ജീവന്റെ ഭാഗമായിട്ട് നമുക്ക് പണം ഉണ്ടാവും, പ്രശസ്തി ഉണ്ടാവും, സ്ഥാനമുണ്ടാവും, വലിയ കാറുണ്ടാവും, വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടാവും, ഇവിടെ ഹോളിഡേക്ക് പോകാൻ സൗകര്യമുണ്ട്. ചിലപ്പോൾ പൈസ ഇത്രയൊക്കെ പ്രയോജനം വന്നാൽ എനിക്ക് തോന്നുന്നു. അത് ഇല്ലായ്മയിൽ നമുക്ക് ഇത്രയും പൈസ ഉണ്ടായി വരുമ്പോഴാണ് പൈസയ്ക്ക് ഒരുപാട് പ്രയോജനം. പിന്നെ ഡിമിനിഷിംഗ് ഡിഫറൻസ്. പൈസ ഇങ്ങനെ ബാങ്കിൽ വരുമാനങ്ങൾ ധൈര്യത്തിൽ ചെലവഴിക്കാമെന്നുള്ള അതുകൊണ്ട് അതിനേക്കാൾ എല്ലാം പ്രധാനം ജീവിതം ആസ്വദിക്കുക എന്നുള്ളതാണ്. ലൈഫ് ഇസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഗുഡ് യൂസർ. ഒരാളെ വേദനിച്ചുകൊണ്ടോ അയാളെ തിന്മ ചെയ്തുകൊണ്ടോ അല്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിനെ മധുരീകരിക്കാൻ, അതിനെ ശാക്തീകരിക്കാൻ, അത് ആസ്വാദ്യമായി തീരാനുള്ള എല്ലാം ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ അവസരം കൊടുക്കണം എന്ന് മാത്രമാണ് ഞാൻ ഇത്രയും നേരം ഗാന്ധിജിയും എല്ലാവരെയും അവരായി തീരട്ടെ. നമ്മുടെ കവി ചിത്രാണെന്ന് പറയുന്ന ഇന്നത്തെ കവി പറഞ്ഞതുപോലെ കുട്ടികളെ നിങ്ങളെപ്പോലെ ആക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികളെ പോലെ ആയിക്കോളൂ എന്ന് പറഞ്ഞു. യു ക്യാൻ ബി ലൈക്ക് ചിൽഡ്രൻ, പക്ഷേ ചിൽഡ്രനെ നിങ്ങളെപ്പോലെ ആക്കാൻ ശ്രമിക്കരുത്. വാസ്തവത്തിൽ നമ്മുടെ കാലത്ത് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പോലെയോ നമുക്കാകാൻ പറ്റാത്തതോ ആയാലും നീ ആവണം എന്നല്ലേ നമ്മൾ പറയുന്നത്. ലെറ്റ് ബി ദംസെൽസ്. അവർ നമ്മളെ തന്നെ അവരവരായി തീരട്ടെ. ഇതെല്ലാ കാര്യത്തിലും ഉണ്ട് കേട്ടോ. നമ്മൾ ദൈവത്തിനോടുള്ള നമ്മുടെ സമീപനത്തിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ദൈവമാകാം. മനുഷ്യന് ദൈവമാകാൻ ശ്രമിക്കില്ല. മനുഷ്യന് ദൈവമാകാം, പക്ഷേ ദൈവത്തിന് മനുഷ്യരെ പോലെ ലെവലിലേക്ക് താത്തിക്കളായിരുന്നു. ചില കഥകളൊക്കെ പിന്നെ വാശിയുള്ള ദൈവം, പിന്നെ കോപിക്കുന്ന ദൈവം, നമ്മളെ ശപിക്കുന്ന ദൈവം. ശപിക്കുന്ന കോപിക്കുന്ന പിന്നെ മനുഷ്യനും ദൈവത്തിൻ്റെ വ്യത്യാസമുണ്ട്. മനുഷ്യന് ദൈവമാകാം, പക്ഷെ ദൈവത്തെ മനുഷ്യരാക്കി കളയരുതെന്ന് പറഞ്ഞതുപോലെ നമുക്ക് കുട്ടികളെ പോലെ ആവാം. കുട്ടികളെ നമ്മളെ പോലെ ആക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ ഒരു ആശയം മാത്രം നിങ്ങളുടെ സവിശേഷമായ പരിഗണനയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ അവാർഡുകൾക്ക് ഏറ്റവും വാങ്ങുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കല്യാണ സുന്ദര സാറിന് കൊടുക്കാതെ പോകുന്നത് ശരിയല്ല. ഈ വിനായകനൊക്കെ കല്യാണ സുന്ദര സാറിനെ പഠിപ്പിച്ചില്ല. കാരണം സാറിൻ്റെ വിഷയം എൻ്റെ വിഷയവും കൂടെ ചേരുന്നില്ല. കാരണം സാറെ കണക്കാണ് പഠിപ്പിച്ചത്. ഞാനും കണക്കായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് സാറിനെ എനിക്ക് പക്ഷേ അറിയാം. എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും വളരെ ഗുരുതുല്യനായിട്ടുള്ള സാറിനെ നോക്കുന്നു. ഇവിടെ വരാൻ സാധിച്ചതിന് വളരെ സന്തോഷം. പിന്നെ ഏറ്റവും ചെറിയ ആളുകളുടെ പറഞ്ഞത് മുന്നിൽ തന്നെ ആവർത്തിക്കുകയാണ്. കുട്ടികളെല്ലാം മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്ന് കൂടി ഞാൻ പറയുന്നത്. നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും ആ കുട്ടികളെ കൊണ്ട് നമ്മൾ അഭിമാനിക്കണം. നമുക്ക് കാണണം, അവരുടെ പെരുമാറ്റം കാണാൻ നമുക്ക് കാണണം. ഇപ്പോൾ നമ്മുടെ സങ്കല്പമാണ് ദേ ആർ ഡൂയിങ് വെൽ. ഈ സങ്കല്പത്തിനപ്പുറത്തേക്ക് ഐ വുഡ് ലൈക്ക് ടു സീ അവർ ചിന്തകളോ ഇഷ്ടപ്പോഴും പറഞ്ഞാണ്. പക്ഷേ ചുറ്റും അവരൊക്കെ ഉള്ളതാണ് നമുക്ക് ഇഷ്ടം. പ്രത്യേകിച്ച് നമ്മൾ വയസ്സായി വരുന്നതോടും യു വുഡ് ലൈക്ക് ടു സീ അവർ ചിൽഡ്രൻ മോർ ആൻഡ് മോർ. അവർ ട്രംപ് തരുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ഉന്നതങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിക്കാം. അത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയദശമി ദിനത്തിൻ്റെ ആശംസകൾ. Thank you, sir, for your valuable advice to the children. Thank you once again. Next, felicitation by Dr. V. Sahasranam sir, retired Director, Regional Institute of Ophthalmology. Sri K. Jayakumar sir, United Association Secretary Sri Mahadevan, President Sri Patnayaman, United Temple Trustee Sri Ramesh, വിനായകനഗറിലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മാമാസ് ആൻഡ് മാമീസ്, പ്രിയ സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ആദ്യമായിട്ട് ഇന്നത്തെ ദിവസം ഈ മെരിറ്റ് ഈവനിങ്ങിൽ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള എല്ലാ കുട്ടികളെയും
ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. കുട്ടികളെന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞ പോലെ ഇവിടെ ആപ്പാടെ കുട്ടികളെ കാണുന്നില്ല. അതായത് അനുമോദിക്കപ്പെടുന്ന ആളുകളിൽ കുറേ കുട്ടികളകത്തുണ്ട്. അനുമോദിക്കപ്പെടുന്ന ആളുകളിൽ കുറേ വലിയ കുട്ടികളുണ്ട്. അത് ഇൻക്ലൂഡിങ് PhD person who is the deputy director in VSSC. So അവിടെ തൊട്ടുള്ള കുട്ടികളുണ്ട്. That's why you don't see too many kutis here. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു നമ്മുടെ മെഡിറ്റേറിയനിൽ ഇന്നത്തെ ഏറ്റവും നല്ലൊരു കാര്യം ഈ കുട്ടികൾ നമ്മൾ ഈ 20 ദിവസം നമ്മൾ എല്ലാ വർഷവും ഈ മെഡിറ്റേറിയൻ കൊണ്ടാടുന്നു. വിശിഷ്ടാതിഥി ഒരാളെങ്കിലും വരുന്നു, അവർ നമ്മുടെ കുട്ടികളെ മുതിർന്നവരെയൊക്കെ അഭിസംബോധന ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അപാരമായ സരസ്വതി കടാക്ഷമുള്ള വാക്പടുത്വമുള്ള ജയകുമാർ സാറിനെ നമുക്ക് ഇന്ന് മുഖ്യാതിഥി കിട്ടി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കാണുന്നത്. രമേശ് അദ്ദേഹത്തിൻ്റെ വെൽക്കം സ്പീച്ചിൽ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സാറിൻ്റെ വർഷത്തെ വിളിച്ച് ബഹുമുഖ പ്രതിഭയായ സാറിൻ്റെ കാര്യങ്ങൾ വിശദമായി പറയുകയുണ്ടായി. സാറിൻ്റെ ഇപ്പോൾ ജയകുമാർ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എല്ലാവരും പറയുന്നത് നമ്മുടെ ചീഫ് സെക്രട്ടറി ജയകുമാർ സാർ. ദാറ്റ് വിൽ ബി പ്രോബ്ലി ഒരു ടോപ്പ് പൊസിഷൻ. സാർ പറഞ്ഞ പോലെ സാറ് അത് മാത്രമല്ല, സാർ പറഞ്ഞ പോലെ അതൊക്കെ കഴിഞ്ഞു. ആ സമയത്തും അത് കഴിഞ്ഞിട്ടും സാറിൻ്റെ നിലനിർത്തി പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാറിന് തീർച്ചയായിട്ടും ആ ബഹുമുഖ പ്രതിഭകൾ തന്നെയാണ്. നമ്മുടെ ഈ പ്രത്യേകിച്ച് മഞ്ഞുകാലത്ത് ഈ ചെറിയ മഴയുള്ള സമയത്ത് നമ്മൾ പ്രഭാത സവാരിക്ക് പോയാൽ ഈ ഇലകളിലും പുല്ലിലും നെല്ലിലുമൊക്കെ ഇങ്ങനെ മഞ്ഞ് കറങ്ങൾ കാണും. ആ പ്രഭാത സൂര്യൻ്റെ അതിങ്ങനെ തിളങ്ങും. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. നാട്ടുപുറത്തുകാർ കൂടുതൽ കണ്ടു കാണും, നാട്ടുപുറത്ത് നടക്കാൻ പോയാൽ കൂടുതൽ കണ്ടു കാണും. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം പച്ചപ്പൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. കാണുക എന്നുള്ളതൊന്ന്, അത് ശ്രദ്ധിക്കുക എന്നുള്ളതൊന്ന്. നമ്മളെ കാണുന്നത് എല്ലാവരും കാണും, അത് കുറച്ചുപേര് ശ്രദ്ധിക്കും, കുറച്ചുപേര് അത് ആസ്വദിക്കും. നന്നായിരിക്കും, കണ്ട് തുടങ്ങിയിരിക്കുന്ന കണ്ടോ ആസ്വദിക്കും. ഇതിൻ്റെ അടുത്ത തലത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു സരസ്വതി കടാക്ഷമുള്ള കവിത്വമുള്ള ഒരാൾക്ക് ഇത് കാണുമ്പോൾ അത് ആസ്വദിക്കുക മാത്രമല്ല, മനസ്സിൽ ഒരു കവിത വരും. അങ്ങനെയാണ് സൂര്യാംശു ഓരോ വൈരത്തുമ്പിലും വൈരം പതിക്കുന്നുവോ എന്ന് ഇത് കണ്ടപ്പോൾ സാറിന് തോന്നി. നമ്മളെല്ലാം കണ്ടിട്ടുള്ള കാര്യമാണ്, നിർദ്ദേശം കാണും. പക്ഷേ ഈ സൂര്യാംശു ഇതില് ഈ പൊടിയിൽ വൈരം പതിക്കുന്നുവോ എന്ന് തോന്നി എഴുതണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു അപാരമായ കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ എൻ്റെ ഈ വരികൾ എനിക്ക് എപ്പോഴും വളരെ പ്രിയപ്പെട്ട വരികളാണ്. സാറിപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ പൊതുജന സമക്ഷം കൂടുതൽ അപ്രീഷ്യബിളായിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്, അതൊക്കെയാണ് രമേഷ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇത് വളരെ എൻ്റെ മനസ്സിൽ ക്യാച്ച് ചെയ്തിട്ടുള്ള വരികളാണ്. അപ്പം അങ്ങനെയുള്ള ജയകുമാർ സാറിനെ ഇന്ന് ഈ കുട്ടികളെ സാറ് അഭിസംബോധന ചെയ്ത കൂടുതലും കുട്ടികളെയല്ല. അതാണ് ഈ കുട്ടികളെ അഭിസംബോധന, ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുണ്ട് അഭിസംബോധന ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സദസ്സ് കണ്ടപ്പോൾ സാറിന് അഭിസംബോധന ചെയ്യാൻ തോന്നിയത് കുട്ടികളെക്കാളും കൂടുതൽ മുതിർന്നവരെയാണ്. കാരണം ഇപ്പോൾ ഈ കുട്ടികളുടെ മാതൃകാപരമായ ഒരു പെരുമാറ്റം രൂപീകരണം കാര്യത്തിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ റോളുള്ളത്. തീർച്ചയായിട്ടും സാറിൻ്റെ ഇന്നത്തെ മെസ്സേജ് വാസ് എസെൻഷ്യലി ഡയറക്റ്റഡ് ടു ദി പാരൻസ് and probably also to the grandparents.
പിന്നെ വേറെ ഒരു കാര്യം സാർ, ഈ എല്ലാ വിഭാഗങ്ങളിലുള്ള ഈ മൂല്യച്യുതി കാര്യം പറഞ്ഞു, ഡോക്ടർമാരുടെ കാര്യം സാർ എടുത്ത് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും എൻ്റെ ഈ ജൂനിയേഴ്സിനും പി ജി സ്റ്റുഡൻസിനൊക്കെ പറയുന്നത്, ഇപ്പോൾ ഈ ഡോക്ടർമാർക്ക് പണ്ടുള്ള പോലെ ഉള്ള ആദരവ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, തീർച്ചയായിട്ടും നമ്മുടെ കുറ്റമാണ്. നിങ്ങൾക്കത് കിട്ടുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമാണ്. ഇതിൽ ഞാൻ ലീസിൽ ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. അതിൽ ഈ പല സോഷ്യൽ സയൻറ്റിസ്റ്റും അത് പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഓരോ വീട്ടിലും 1-2 കുട്ടികളെ ഉള്ളൂ. ഈ പണ്ടത്തെ പോലെ ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടൊന്നുമല്ല പഠിക്കുന്നത്. എല്ലാവർക്കും അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. കഷ്ടപ്പെട്ട് പഠിച്ച പഴയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഈ ആളുകളുടെ പ്രയാസം മനസ്സിലാകും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ പ്രയാസം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. കാരണം ഞാൻ പറയാറുണ്ട്, ഒരു പെരട്ടെ ഉള്ളൊരു പേഷ്യൻ്റ് വന്നാൽ അവന് 15 രൂപയുടെ മരുന്നിലത് മാറുമെങ്കിൽ അത് മതി. പക്ഷേ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് അത് പ്രിസ്ക്രൈബ് ചെയ്ത് ശീലമില്ല. ശീലവുമില്ല. ഈ നമ്മുടെ മറ്റേ സൈഡിൽ ഇരിക്കുന്ന രോഗിക്ക് നമ്മൾ എഴുതി കൊടുക്കുന്ന മരുന്നുകൾ വാങ്ങാൻ പാങ്ങുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ജീവിതം അവരെ കടന്നുപോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിക്കാറുണ്ട്, ഇത്രയും കാര്യം എന്തിനാണ്? അത് ശരിയല്ല. ഇപ്പോഴത്തെ ഈ മെഡിക്കൽ ഡോക്ടർമാരിലും ഈ പഴയ തലമുറ എന്ന് പറയുമ്പോൾ പഴയതൊട്ട് പറയും. ഈ തൊട്ട് പഴയ തലമുറയും ഈ കാര്യങ്ങളൊന്നും ഇതാക്കിയിട്ടില്ല. അപ്പോൾ അവരും എഴുതുന്നത് കണ്ടാണ് ഇപ്പോഴത്തെ സ്റ്റുഡൻസും ടീച്ചേഴ്സും പഠിക്കുന്നത്. തീർച്ചയായിട്ടും അവരെങ്ങനെയാണ് എഴുതും. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പക്ഷെ ഇത് എത്രമാത്രം ഇതിൻ്റെ ഇറങ്ങി ചെല്ലും എന്ന് നമുക്ക് അറിയാറില്ല. അതുപോലെ തന്നെയാണ് നമ്മളെപ്പോഴും ഈ ഡോക്ടർമാരുടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ എമ്പതി എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അത് മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഡോക്ടർമാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ രോഗിയെ ചികിത്സിക്കുമ്പോൾ എനിക്കാണത് അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഞാൻ എപ്പോഴും കൂടുതൽ പറയും, ഇതിപ്പോൾ ഇരിക്കുന്ന പേഷ്യൻ്റ് നിങ്ങളുടെ അച്ഛനോ അമ്മയോ മാമനോ ചിറ്റപ്പനാണെന്ന് വിചാരിച്ചാൽ അവരെ നിങ്ങൾ എങ്ങനെ ഇതിനുവേണ്ടി സ്കാൻ ചെയ്യണോ, ഇത്രയൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണോ, ഇത്ര മരുന്ന് ചെയ്യണോ, ഇത് മാത്രം ആലോചിച്ചാൽ സിറ്റുവേഷൻ ചേഞ്ച്. പക്ഷേ ഈ ഉപദേശങ്ങളൊന്നും ആർക്കും, എസ്പെഷ്യലി യങ്ങർ ജനറേഷൻ ആൾക്കാർക്ക് ഉപദേശങ്ങൾ തീരെ പിടിക്കാറില്ല. സീരിയസ് ഞാൻ വിചാരിക്കാറുണ്ട്, നമ്മുടെ ജോലി ഈ ഉപദേശങ്ങൾ പിടിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക, പെർക്കുലേറ്റ് ചെയ്യുന്നിടത്തോളം പെർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അത് സാറ് പറഞ്ഞത് വളരെ പെട്ടെന്നിൻ്റെ പോയിന്റാണ്. സാർ പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ എൻ്റെ മനസ്സിലെ തോന്നലുകൾ പറഞ്ഞതാണ്. അപ്പോൾ സാറിന് വന്നതിന് ഒന്നുകൂടി നന്ദി പറയുന്നു. അപ്പോൾ ഇത് അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള കുട്ടികളും അവരുടെ പാരൻസും വളരെ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ധരിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. വിശിഷ്ടാതിഥ്യ സ്നേഹോപകാരം നൽകുവാനായി ശ്രീ KN നാരായണസ്വാമി, ചെയർമാൻ ഓഫ് മംഗള വിനായക ടെമ്പിൾ, അവരെ ക്ഷണിക്കുന്നു. Just distribution of awards. I will hand over the mic to Srimati Jayasri Sundar. Now I invite Dr. Venkatesh N to please come to the stage. Dr. Venkatesh. Today, research topic, influence of feed-line configuration and thermal mass distribution on cryogenic chill-down performance ആയിരുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഫോർ ഓൺബോർഡ് ചില്ലിംഗ് ഓഫ് റോക്കറ്റ് എഞ്ചിൻസ് ആണ്. ഇവരുടെ റിസർച്ചിൻ്റെ പ്രബന്ധക്കാരനുള്ള ബെനിഫിറ്റ്, ഇറ്റ് വിൽ ഇംപ്രൂവ് ദ മോഡലിംഗ് കപ്പാസിറ്റി ബൈ ഇംപ്രൂവിംഗ് ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ചിൽ-ഡൗൺ. PhD awarded by Indian Institute of Space Science and Technology.
please come to the stage. India has made significant strides in space exploration with several notable missions like Chandrayaan, Mars Orbiter Mission, Aditya L1 mission. We are fortunate to have with us V. Ramachandran, who is our member, who worked on these projects. He is an IITian. He was a good director of high explosive system. He retired as an outstanding scientist in the ASSC after serving for over 30 years in the design, development, assembly, flight integration for launch vehicles. Now next we will be announcing the list of students who have got so please kindly come to the stage. First I invite Ashwin Shankar, house number 28. He has got an MBA from Suresh Ram Vikas University, Jaipur. Next, I invite Aditya S from house number 155. He has got a BTech in computer science, artificial intelligence and engineering from first class with distinction from APJ Abdul Kalam Technical University. Next, I invite Akshay S from house number 47. He is the grandson of Manager Mama. He is the university rank holder, third rank holder in BCom from SRM Institute. Next, Adarsh P from house number 71. He has passed his 12th CBSE. Please come to the stage. Sharatnika Sundar from house number 168. She has passed her 12 CBSE. Next, R. Karthikeyan, house number 44. She has passed his 12 CBSE. Next, Govind Ariharan from house number 163 has passed his 12th CBSE. Next, Ajay J from house number 47. He has passed his 12th CBSE. Thank you, Jaykumar sir. Now I invite Dr. Sasumani sir to please kindly hand over the credit. Next, Vishal Nandan from house number 55. His passes 10 CBSE. Next, Akshara Kishore from house number 54. She has passed her 10 CBSE. Her grandfather has come to. Next, Satvik from house number 27. He has passed his 10 CBSE. Abhirami from house number 44. She has passed her 9th standard. Next, Ishita Bipin from house number 123. She has passed her 9th standard. Next, Sri Lakshmi from house number 174. She has passed her 9th standard.
house number 134. She has passed her 8th standard. Next, Purni Shekhar from house number 134. She has passed her 8th standard. Next, H. Anand from house number 124. He has passed his 8th standard. So, you get us Next, Srinidhi from house number 174. She has passed her 8th standard. Next, Gauri Ganesh, house number 8. She has passed her 12th standard. Next, Advait Krishnan from house number 66B. She has passed his 6th standard. Next, Arjun R from house number 190 has passed his 6th standard. His grandfather has come to collect him. So I thank you. I thank you, Doctor. He has passed his 4th standard. Next, Aishwarya Harikrishnan from house number 90. She has passed her 5th standard. Next, Freya Harikrishnan from house number 90. She has passed her 3rd standard. Next, Avirup S. Narayan from MRA. He has passed his 4th standard. Adi. Next, Tejaswini S. from house number 55. She has passed her 4th standard. Next, Shrestha from house number 27. She has passed her 4th standard. Next, Chinmayi Satish from house number 73. She has passed her 4th standard. Parents, kindly please applaud little loudly. Next, Vasuprada Niranjan from Sharda Gardens. She has passed her 4th standard. Next, Sahana Sharda Gardens. She has passed her 4th standard. Next, Sai Narayan from house number 25. He has passed his 2nd standard. Next, Asrit Aditya Vignesh from Anjali Apartments. He has passed his 2nd standard. Anybody on behalf of him can tell it? The TA from house number 51. He has passed his 1st standard. The last youngest guy, Niranjan Satish from house number 73, has passed his 1st standard. Thank you, Mrs. J.C. Sundar. Next is the reply to the felicitation by Sri Dr. N. Venkatesh. For this opportunity. Respected Jayakumar Sir IAS, Dr. Sahasma Mahadevan, the President of the National Association, Secretary of the National Association, Ramesh, Apanavu of the National Association, dear mamas and mommies of Vinayanagar,
and maybe good award all my friends of Vinayak Nagar, then Ramachandran, my colleague from BSSC, and dear friends, good evening to all of you. Somebody was mentioning today that today is a very important day because of two reasons. One is BSSC Day, and then second is October 2nd, the Gandhi Jayanti. But for all of us, the award is here, and all of you here, I feel that it's much more important today because Jaykumar sir, IAS, could award here and be there with us for some time. And the kind of talk what he has delivered, I think I have listened to many talks. But of course, the kind of talks, talk what he has delivered today, it was so touchy. In the sense, what is really probably, I wouldn't say it is lacking in today's community, but definitely it's a message that he has given to all of us, including me, because being a parent, I think it applies equally to me as well. My son is of course abroad. But of course, he's in a different country, he's in Australia, so I don't think the kind of Trumpism he will not be able to, he may not be going to. Yeah. So he will not come back as well. So that is the other side of the story. But of course, he has touched upon a lot of values which we have to imbibe in our children. Be it the ethics, which is really missing in today's younger generation. Then a lot of social values which we have to cultivate in our people, in our children. Then apart from academics, we must also give them opportunity to stretch laterally, in picking up literature, picking up music, art. There are so many forms of culture which is there around all of us, and unfortunately our country is not lacking in any of this. The only thing is we have to find time. And as he told, maybe as we reach 50s and 60s, probably we'll start pursuing our passion, which is truly happening in my case as well. So that also, we must give an opportunity to our children to take up all such I would say extracurricular activities, including reading in the younger days, so that this will be there as an asset as we grow up in the ladder, whether it is in the official career or in the personal environment. So. And apart from that, Sasanam sir also has touched upon the value of ethics. I think ethics was touched upon by all the speakers. That is definitely equally important. And as I have grown up in my in ISRO, one thing what I've seen is irrespective of the kind of job that we do, if we are able to do it emotionally and passionately, there is a lot of satisfaction that comes to us, irrespective of the returns that we get in terms of income. So that is probably one thing which I feel is an asset that we are able to create as we grow up in life. And the social commitment, that's also equally important. We must make sure that all our colleagues and the neighbors and our friends, they are all equally and well taken care, and to the best whatever is possible, we must be able to support them in whatever way that's possible we can. So again, it's a very happy occasion because. When we receive some awards and merits in universities, that comes mostly by kind of I would say it is mostly a ritual. Whereas here, what we have got today is it's not so. It's coming out of a kind of love, affection, pride. All those things were mixed in the kind of awards that we have received today. So once again, I thank the office bearers of the Vinayak Nagar Association for arranging this kind of a merit giving function. And as Secretary was saying, this has been happening for almost more than 50 years because I too have received the award on a similar day when I passed my 10th. So this should be definitely a motivation for all the the people living over here in Vinayak Nagar Association to get an opportunity to come over this dais. And once you come to this dais, I am sure that you will be excelling in your life. So wish you all the very best. Wish all my awardees who have received award today happy and prosperous future. Once again, I thank Jaykumar sir for coming over here and blessing us with this valuable time. Thank you. For the wonderful prepared speech. Vote of thanks by Sri Padmanabhan S., Treasurer, Vinayak Nagar Association. Most respected Sri Jaykumar sir, Sri Sarasanam, Sri Mahadevan and Sri Ramesh, and also the senior most members of our party, the Mamas and Mamis and the awardees for the today's merit evening.
സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു സായാഹ്നം വളരെ ഇത്രയും നല്ലൊരു സായാഹ്നം നമുക്ക് കിട്ടിയത് കുറേ കാലങ്ങളാണ്. ഇത്രയും നല്ലൊരു മെറിറ്റ് ടീമിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ മെറിറ്റ് ടീമിൽ മറ്റും നടത്തുന്നുണ്ട്. പല സ്പീക്കേഴ്സ് നമ്മൾ ഇവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് പല രീതിയിലുള്ള എന്താ പറയുക സപ്പോർട്ടും ഗൈഡൻസും അഡ്വൈസും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാം ഉപരി ഇന്നത്തെ ആയിരിക്കും ദി കംപ്ലീറ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഇന്നത്തെ സ്പീച്ചാണ് ജയകുമാർ സാറിൻ്റെ. എന്ന് പറഞ്ഞാൽ ഇത് ഇന്നത്തെ സ്പീച്ചിൽ ഉൾപ്പെടാത്ത ഒന്നുമില്ല. ഈ ടച്ച് അപ്പോൺ എവറിത്തിങ് ഫ്രം എഡ്യൂക്കേഷൻ ടു എത്തിക്സ്, ഗാന്ധിയൻ ലൈഫ്, art, culture, not only for students but also for the senior-most parents and their children and everything. So, Satyam Parnal, today we are really blessed and lucky to have our chief guest like Jayakumar sir. Sir, നമ്മുടെ അസോസിയേഷൻ്റെ പേരും ഇവിടെ വിനായകം ഇവിടെ പ്രസിഡന്റായുള്ള എല്ലാ മുഖത്തിൻ്റെ പേരും ഞങ്ങളുടെ ഹൃദയമായി നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടാമതായി ഇവിടെ ഇന്ന് നമ്മുടെ കൂടെ അവാർഡീസിൽ 2 മഹത്വ്യക്തികളുണ്ട്. 2 പേരും BSSCയിലെ ഡെപ്യൂട്ടി ഡയറക്ടേഴ്സാണ്. ഒന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ഡോക്ടർ വെങ്കടേഷ് ആൻഡ് ശ്രീ രാമചന്ദ്രൻ. സത്യം പറഞ്ഞാൽ നമ്മുടെ കോളേജിൽ നിന്ന് ഇത്രയും ഒരു വലിയ പോസ്റ്റിലേക്ക് എത്തുന്ന വ്യക്തികൾ നമുക്ക് എന്താ പറയുക വളരെ ചുരുക്കമാണെങ്കിൽ പോലും അത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള BSSCയിൽ നിന്ന് ഇത്രയും വളരെ ഒരു നമ്മുടെ കോളേജിലുള്ള ആൾക്കാരും വളരെ ഹയർ ലെവലിൽ എത്തുക, ഡോക്ടറേറ്റ് എടുക്കുക, വളരെ സന്തോഷമായ കാര്യമാണ് നമ്മളെ കൊടുക്കുന്നത്. ഇറ്റ്സ് എ pride moment for all the Indians. So I wholeheartedly thank Dr. Venkatesh Ramachandran for accepting our invitation and accepting our call for an appreciation. മൂന്നാമതായി ഇന്ന് ഇവിടെ എല്ലാ നമ്മുടെ അസോസിയേഷൻ ഇൻവിറ്റേഷൻ കാണിച്ച് എല്ലാ പേരൻസും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ട്. സോ അസോസിയേഷൻ്റെ ഭാഗത്തായി ഞാൻ എൻ്റെ പേഴ്സണൽ വികാസത്തിനായി എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനമായി നമ്മുടെ ഇത്രയും കാലമായിട്ട് നമ്മുടെ എന്താ പറയുക മെറിറ്റ് ഈവനിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സ്പോൺസേഴ്സും നമ്മുടെ കോളേജിലുള്ള തന്നെ കുറേ സ്പോൺസേഴ്സുണ്ട്. സോ ഓൺ ബിഹാഫ് ഓഫ് അസോസിയേഷൻ വി wholeheartedly thank all the sponsors who have supported in conducting the merit evening in a grand manner. Thank you one and all. And one more thing finally, today we have, this year onwards we have one more addition to the merit evening endowment awards. Sri KG Padmanabhan has supported us by giving a donation in memory of his wife Sri Meenakshi Padmanabhan. So we thank Sri KG Padmanabhan for supporting us. And also finally, thank you one and all. Thank you. Thank you, Padmanabhan sir. Thank you all the Vinayaganagar residents. Ivlo neram porumaya avlo speech keettu inda function nanna nadadittannu. Thank you very much.